കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത നമ്മുടെ റബി ചേട്ടനും ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ നമുക്ക് മധുരവെപ്പിന്റെ ചടങ്ങുകളൊക്കെ ആരംഭിക്കാൻ വേണ്ടി ആരംഭിക്കാം. ആരെങ്കിലും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ അനൗൺസ്മെന്റും കേൾക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം താഴോട്ട് വരിക ാണ്. പണ്ട് മർത്തോമ നസ്രാണികളുടെ ഇടയിൽ പ്രചാരത്തിലിരുന്നൊരു പരിപാടിയാണ് മധുരവെപ്പ് അല്ലെങ്കിൽ മൈലാഞ്ചി കല്യാണം എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. പക്ഷെങ്കിൽ കുറെ അധികം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനൊക്കെ കുറച്ച് ക്ഷയം സംഭവിച്ച് വീണ്ടും എല്ലാവരും ആഘോഷിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒന്നാണ് നമ്മുടെ മധുരവെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഇന്നത്തെ സ്റ്റാർസ് ഓഫ് ഡേ എന്ന് പറയുന്നത് നമ്മുടെ റബിൻ ചേട്ടനും അതുപോലെ തന്നെ പ്രിട്ടി ചേച്ചിയാണ്. അവരെ രണ്ടുപേരെയും നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. അവരോടൊപ്പം അവരുടെ മാതാപിതാക്കളും ഇപ്പൊ നമ്മുടെ സ്റ്റേജിലേക്ക് എത്തുന്നതാണ്. സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. റബിൻ ചേട്ടന്റെ പപ്പായും മമ്മിയും അതുപോലെ തന്നെ പ്രിട്ടി ചേച്ചിയുടെ പപ്പായും മമ്മിയും നമ്മുടെ ഒപ്പം സ്റ്റേജിൽ എത്തിച്ചേരുന്നതാണ്. അപ്പം നമ്മുടെ പ്രിട്ടി ചേച്ചീനെ അതുപോലെ തന്നെ റബിൻ ചേട്ടനെ ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇന്ന് ഇവരുടെ ഈ ഒരു ഒക്കേഷൻ, ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ രണ്ട് ഫാമിലീസിന്റെ പേരിലും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശക്തിയല്ല ബലം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇല്ലാതെ നമ്മുടെ ഒരു പരിപാടിയും നടക്കത്തില്ല. ദൈവമായിട്ടുള്ള നമ്മുടെ നേരിട്ടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ഈ ഒരു ചടങ്ങ് പ്രാർത്ഥനയോടുകൂടി തന്നെ ആരംഭിക്കാം. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ക്ഷമിക്കണമേ, ഞങ്ങളെ ലോകത്തോടുപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാന്റെ ബേസിയോളണമേ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗാനം കൂടെ ആലപിക്കാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്ദ്രമേറുന്ന ദൈവമേ. ഏഴുവാനാവിനാശമീശുന്ന മോഹന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് കടക്കാം. ഇവരെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള വൺസ് മാത്രമേ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് മധുരം കൊടുപ്പ് തുടങ്ങാം. അതിനു മുമ്പ് എല്ലാവർക്കും സംസ്ഥാനങ്ങളിലായിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ആദ്യം നമ്മുടെ പ്രിട്ടി ചേച്ചിക്കും റബിൻ ചേട്ടനും മധുരം കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രിട്ടി ചേച്ചിയുടെ ഗ്രാൻഡ് മദർ അമ്മണിയമ്മേനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അമ്മണിയമ്മ എന്ന് പറയുന്നത് നമ്മുടെ പ്രിട്ടി ചേച്ചിയുടെ പപ്പാടെ അമ്മയാണ്. അമ്മേനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിട്ടിക്കും റബിനും മധുരം കൊടുക്കട്ടെ. പ്രിട്ടിക്കും റബിനും മധുരം കൊടുക്കട്ടെ. പ്രിട്ടിക്കും റബിനും മധുരം കൊടുക്കട്ടെ.
കുറെ പേര് കേട്ടില്ല എന്ന് പറയുന്നു. ഒന്നുകൂടെ അമ്മച്ചി സ്ട്രോങ് ആയിട്ട് പറയും. അതേപോഴത്തേക്ക് നമുക്ക് മധുരം കൊടുക്കാൻ സമ്മതിക്കാം. പാവം അമ്മച്ചി ഇപ്പൊ ഒരു 3 വട്ടം ചോദിച്ചു. അങ്ങനല്ലേ അമ്മച്ചി? സമ്മതിക്കാൻ പറ ഇവരോട്. പൃഥ്വിക്കും റബിനും മധുരം കൊടുക്കട്ടെ. ഓക്കെ, ആദ്യത്തെ സമ്മതം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അമ്മച്ചി 2 പേർക്കും അവരുടെ ജീവിതത്തിൽ ഇനി എപ്പോഴും ഈ ഒരു ഇങ്ങനെ മധുരം ഉണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇവർക്കും മധുരം കൊടുക്കുകയാണ്. അമ്മണിയമ്മേനെയും ഏറെ സ്നേഹത്തോടെ ഇവർക്ക് 2 പേർക്കും മധുരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വെൽക്കം ചെയ്യുന്നു. മിഷൻ എടുത്തിട്ട് നമ്മൾ മധുരം കൊടുക്കുന്നു ആരാണെങ്കിലും. ഇല്ല, അമ്മച്ചി പാവല്ലേ, കുറെ തവണ ചോദിച്ചു. അമ്മച്ചിക്ക് സംസാരിക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യണം. അയ്യോ അമ്മച്ചി ഒരു വീഡിയോ കൂടെ എടുക്കണമെന്ന്, അതൊരു ഒന്നുകൂടെ ചോദിക്കണം. ഇനിച്ച് നിങ്ങളോട് സംസാരിച്ചിട്ട് തന്നെ എന്തുവാ ഇത്? ആദ്യം തന്നെ സമ്മതിക്കണ്ടേ? പ്രായം അവരിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. രണ്ട് പേരൻസിനെ ഞാൻ ഉടനെ ഞങ്ങളെ എന്താ വിളിക്കാത്ത എന്നുള്ളൊരു മൈൻഡിലാണെന്ന് തോന്നുന്നു. ആദ്യം നമുക്ക് പ്രിട്ടി ചേച്ചിയുടെ പപ്പായും മമ്മിയും ഇവർക്ക് ആദ്യം മധുരം കൊടുക്കുന്നു. 2 പേരും കൂടെ ചേർന്ന് ഇവരോട് നമ്മൾ 1 മിനിറ്റ് ഇവരോട് നമ്മൾ സമ്മതം ചോദിക്കണം. നിങ്ങൾ പറയൂ. വേണമല്ലേ? ഓക്കെ, അങ്കിൾ പറഞ്ഞ പിന്നെ നമ്മള് അപ്പീലില്ല. റിവിനും പ്രിറ്റിക്കും മധുരം കൊടുക്കട്ടെ. റിവിനും പ്രിറ്റിക്കും മധുരം കൊടുക്കട്ടെ. റിവിനും പ്രിറ്റിക്കും മധുരം കൊടുക്കട്ടെ. ഒന്ന് സമ്മതിക്കോ പ്ലീസ്? അവര് 3 തവണ ചോദിച്ചു. ഇനി ലാസ്റ്റ് ആണ്, എല്ലാരും സമ്മതിക്കണം. ഓക്കെ, റിവിനും മധുരം കൊടുക്കട്ടെ. കൊടുത്തവൻ പെർമിഷൻ ഗ്രാൻഡ്. അടുത്ത ആണെന്ന് പറയുന്നത് നമ്മുടെ റബിൻചേട്ടന്റെ പപ്പായും മമ്മിക്കാണ്. എങ്ങനെ നിങ്ങളോട് സമ്മതം ചോദിച്ചത്? നിങ്ങളുടെ സമ്മതം തന്നിട്ട് ഇതിനോട് എന്തിനാണ് ചോദിച്ചിട്ടുണ്ട്? നിങ്ങളൊരു 3ാമത്തെ പ്രാവശ്യം കഴിഞ്ഞിട്ട് ഇത്തവണ പറഞ്ഞാൽ മതി കേട്ടോ. 2 പേരും കൂടെ ഒരുമിച്ച് ചോദിച്ചോ. ആർക്ക് മധുരം കൊടുക്കാൻ? അമ്മച്ചി ഒന്നും സംസാരിക്കുന്നില്ല. ഓക്കെ, അമ്മച്ചി പറയട്ടെ. അമ്മച്ചി പറയൂ. എനിക്ക് വേണ്ട കൊടുക്ക. ഞങ്ങൾ സമ്മതിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ ചോദിച്ചാലേ ഉത്തരവുള്ളൂ. എന്നാലേ നമ്മൾ സമ്മതിക്കത്തുള്ളൂ. ഓക്കെ, കണ്ടോ മെറിന അവിടെ നിന്ന് ആദ്യം പറഞ്ഞു വേണ്ട. 2 പേരും കൂടെ ഒരുമിച്ച് ചോദിച്ചാൽ ഞാനാ നമുക്ക് സമ്മതിക്കാം. ഓക്കെ, ടീരെല്ലാരും. ഓക്കെ, 2 പേരും കൂടെ ഒരുമിച്ച് ചോദിക്കണം. ഋത്തിക്കും റബിനും മധുരം കൊടുത്തോട്ടെ. അങ്ങനെയാണ് നമുക്ക് സമ്മതിക്കാം. ഓക്കെ, 2 പേരും അടുത്ത് നിൽക്കും. ഒരു കപ്പിൾ ഫോട്ടോഷൂട്ട് എടുത്തോട്ടെ. നല്ലൊരു ഫോട്ടോ എടുത്തോണേ. എന്തെങ്കിലും കേട്ടോ? ഞാൻ പോലും ഒന്നും കേട്ടില്ല. നിങ്ങളൊന്ന് ഇച്ചിരി ഉറക്കെ പറഞ്ഞേ. ഞാൻ ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള മൊമെന്റ് ഞായറാഴ്ച സംഭവിക്കാൻ പോവാ. കാത്തിരുന്നൊരു കല്യാണം നടക്കാം. അപ്പൊ ഇങ്ങനെ പറ്റില്ല. ഇച്ചിരി ഉറക്കെ പറയണം. ഓക്കെ, സാരമില്ല. നമുക്ക് തെറ്റ് പറ്റും, സ്വാഭാവികം, മാനുഷികമാണ്. നിങ്ങൾ ഇങ്ങനെ ചിരിക്കാതെ. നോ, പപ്പ ചോദിക്കും. ഓക്കെ, മധുരം കൊടുക്കട്ടെ. ഓക്കെ, സമ്മതിച്ചു. ഓക്കെ, അങ്ങനെ അവർ 2 പേരും മധുരം കൊടുത്തിരിക്കുകയാണ്. പാവ ഇപ്പോഴും ഞാൻ ഈ മുന്തിരിങ്ങ എല്ലാം തിന്ന് മടുത്തു എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് റബിൻ ചേട്ടൻ. ചിരിക്കുന്നു. മെറിൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. വാ പറഞ്ഞേ,
നീ വേറെ വാ, ഞങ്ങളെ നാത്തിന് മധുരമൊക്കെ കൊടുക്കണം. ഓക്കെ, ഇവിടെ ഏറ്റവും ശക്തമായിട്ട് അമ്മയോടും പപ്പായോടും പറഞ്ഞത് മധുരം കൊടുക്കണ്ട എന്നവിടെ കിടന്ന് കാറിയ ഒരാളാണ്. വരും സമ്മതം ചോദിച്ചോ? മൈക്കില്ല, പണിഷ്മെന്റാ. പപ്പായോടും മമ്മിയോടും പറഞ്ഞു മധുരം കൊടുക്കണ്ട. അപ്പൊ ഓർക്കെ അവിടെ ഇരിക്കുന്ന എല്ലാരും കേട്ട് കഴിഞ്ഞാൽ മാത്രം നമുക്ക് സമ്മതിക്കാം. ഓക്കെ, ഓക്കെ. കണ്ടോ, സൗണ്ട് കൊണ്ടൊന്നും സെറ്റ് ആവത്തില്ല. എന്നാ മൈക്ക് കൊടുക്കാം, പാവല്ലേ. മധുരം കൊടുക്കട്ടെ. മധുരം കൊടുക്കട്ടെ. കണ്ടോ, ചേട്ടനോടോ സ്നേഹം. ആദ്യം ഞങ്ങളുടെ നാത്തൂനായിട്ടെ കൊടുക്കാൻ. മോശം മോശം മോശം. ഓക്കെ, അപ്പൊ നമ്മുടെ റബിൻ ചേട്ടന്റെ പെങ്ങൾക്ക് നമ്മൾ അങ്ങനെ സ്വാഭാവികമായിട്ട് സംസാരിച്ച് വിട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പാത്തിരിക്കുന്ന ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ പ്രിറ്റി ചേച്ചിയുടെ സ്വന്തം ആങ്ങള. ഇവിടെ നമ്മളൊരു പണിഷ്മെന്റ് കൂടെ കൊടുത്തിട്ട് നമ്മളിവിടെ മധുരം കൊടുക്കാവൂ എന്നുള്ളൂ. കാരണം നമ്മൾ എന്ന എൻഗേജ്മെന്റ് എല്ലാവർക്കും അറിയാം. ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല. അപ്പൊ ഒരു പാട്ട് പാടി കഴിഞ്ഞിട്ട് മധുരം കൊടുത്താൽ മതി. ഞാൻ 4 കല്യാണത്തിന് അതിന് ഒരുമിച്ച് പാടിയത്. വെണ്ണില ചന്ദന കിണ്ണം പൊന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കൊരിയെടുക്കാൻ വാ. മുണ്ടകം കൊത്തു കഴിഞ്ഞ് ആറ്റുകിളിക്കൂം നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കയ്യിൽ മെയ്യിൽ പുല്ലാണിക്കാട്ടിൽ കണ്ണിമാങ്ങ വടിച്ചു നടക്കാം. കാറ്റിൽ പാദസ്വരങ്ങൾ കീലിക്കാം, ഓടി മഞ്ചാടിക്കും നിലരാ. വെണ്ണില ചന്ദന കിണ്ണം പൊന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. പാട്ടറിയത്തില്ല, നമ്മുടെ പാട്ട് പാടി ഇനി മധുരം കൊടുത്തോട്ടെ എന്ന് ചോദിച്ചോ? റബിനും പ്രിട്ടിക്കും മധുരം കൊടുക്കട്ടെ. റബിനും പ്രിട്ടി ചേച്ചിക്കും മധുരം കൊടുക്കട്ടെ. അളിയനും പെങ്ങൾക്കും മധുരം കൊടുക്കട്ടെ.
അടി ഉണ്ടാക്കരുത് പ്ലീസ്. ഓക്കെ, നമ്മുടെ സാധാരണ നോ, എന്ത് അടി ഉണ്ടാക്കരുത്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കൂ. ഇങ്ങോട്ട് നോക്ക്. ഓക്കെ, ഹെഡ് ഹെഡ് നീ നീ ഹെഡ് ഹെഡ് നീ ഹെഡ് നീ ബോഡി. ഓക്കെ, ഇവിടെ വിജയിച്ചത് റബിൻ ചേട്ടനാണ്. പക്ഷെ ഞാൻ വിചാരിച്ചത് പ്രിട്ടി ചേച്ചി ജയിക്കുന്ന. നശിച്ചു, വെള്ളം കുടിക്കുന്നു. പക്ഷേങ്കിൽ ഇവരൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ അല്ലേ? അപ്പം ഒരാളുടെ പരാജയത്തിന് മറ്റേയാളിങ്ങനെ ചിരിച്ച് വെള്ളം കുടിച്ച് നിൽക്കാനൊന്നും പാടില്ല. അവര് വേണം മറ്റേയാളെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ റബിൻ ചേട്ടൻ ഇവിടെ ആരോ പറഞ്ഞു പാട്ട് പാടി പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ തള്ളിക്കളഞ്ഞുകൊണ്ട് ചേട്ടായി നമ്മുടെ പ്രിട്ടി ചേച്ചിനെ വലിയ മരുമീന്നൊക്കെ ചോദിച്ച് സപ്പോർട്ട് ചെയ്ത് സാരമില്ല, ഞാനുണ്ട്, എന്നെ എവിടെയൊക്കെ പളിച്ചു പറ്റിയാലും ഞാൻ കൂടെ ഉണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് ചെയറപ്പ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്തേ. ചേച്ചി ആദ്യം ഒന്ന് സെറ്റാക്കിയില്ല കേട്ടല്ലോ. സമ്മതം എന്നാലും സമ്മതിക്കരുത്. ഓക്കെ, എന്ത് പറഞ്ഞു? ഒരു പെണ്ണിനെ ഉളയ്ക്കാൻ അറിയത്തില്ലേ? മോശം. ചേച്ചി ഇഷ്ടമാണെന്ന് പറ. എന്തോ മുണ്ടൊക്കെ എടുത്തോ? ഞാൻ പബ്ലിക്കായിട്ടാണ് പ്രണയൊക്കെ അറിയിക്കുന്നത്. പറയട്ടെ, കണ്ടോ ആന്റിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ പറഞ്ഞേക്കല്ലേ. Will you marry me? കല്യാണം കഴിച്ചല്ലേ? Will you marry me? അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവരുടെ പരിപാടി തീർന്നൊന്നുമില്ല. ഇപ്പൊ നമ്മള് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടിട്ട് തരും. നിങ്ങൾ ഡാൻസ് കളിക്കണം. ഓക്കെ, ഇട്ടെടുത്തേക്ക് തന്നു. എന്തോ ഓക്കെ, ഇവർക്ക് നല്ലൊരു കൈഡി കൊടുക്കാം.
നല്ലൊരു കൈയടി എല്ലാവർക്കും. അമ്മ ഒരു മനോഹരമായിട്ടുള്ളൊരു ഗാനം ഇപ്പൊ ആലപിക്കുന്നതായിരിക്കും. വാ, ഇതുള്ള കൈയടിക്കൂ. കൊഞ്ചുന്ന വൈങ്കിളിയാണ്, മഞ്ജുള്ള സുന്ദരിയാണ്, പൂമകൾ പുതുമാപ്പിളയ്ക്കൊരു പൂന്തൻ മൊഴിയാണ്. മൈലാഞ്ചി ചാറണിയണം, മാങ്കണ്ണിൽ നീ എഴുതേണം, മാല വേണം, താലി വേണം, കൊയിലാറൻ വേണം. മാപ്പിളയെ കൊണ്ടുവരുമ്പോൾ മലർ കൊണ്ട് മഞ്ചരു വേണം, കാപ്പണിഞ്ഞൊരു കൈകൾ കൊട്ടി പാട്ടുപാടണം. കശകണി വിരിയുള്ള കട്ടിൽ വേണം, മണമെഴു മകരിന്റെ പുക വരും, പല 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 തീരത്തിറ വേണം. കൊഞ്ചുന്ന പൈങ്കിളിയാണ്, മഞ്ജുള്ള സുന്ദരിയാണ്, പൂമകൾ പുതുമ പിളയ്ക്കൊരു പൂന്തേൻ മൊഴിയാണ്. മഞ്ജു അതെ, അമ്മച്ചിക്ക് നല്ലൊരു കൈയടി കൊടുത്തേ.